നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഈ മതങ്ങൾ കൂടിച്ചേർന്നിരുന്നത് ഇപ്രകാരമായിരുന്നു. ഇത് പോരാ എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജിയെ പോലെയുള്ള മഹാന്മാർ കടന്നു വന്നിട്ട് ഈ മതങ്ങളെ ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചു. ഇവിടെ ആദ്യം ചേർത്ത് നിർത്തുന്നത് ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയുമാണ്. ഇനി നമുക്ക് ചേർത്ത് നിർത്താനുള്ളത് ഹിന്ദു മതത്തെയാണ്. ഹിന്ദു മതത്തെയും ഇതിനോട് ചേർത്ത് നിർത്തുന്നു. നമുക്കറിയാം, ഇങ്ങനെ ഒരു ഭാരതമല്ല നമുക്ക് വേണ്ടത്. ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും. ഇത് മാറിയിട്ട് എല്ലാ മതങ്ങളും, ഹിന്ദു ആയാലും ക്രിസ്തു ആയാലും ഇസ്ലാം ആയാലും സിഖുകാരനായാലും പാഴ്സി ആയാലും മറ്റേത് മതവിഭാഗത്തിൽപ്പെടുന്നവരായാലും ഇവരെല്ലാം ഒന്നിച്ചു ചേരുന്ന സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഭാരതം, നന്മയുടെ ഭാരതം, ഇതുപോലെ മുഴപ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ, നന്മയുടെ ഭാരതം.